ഹലോ, ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ബീൻസ്, ക്യാപ്സിക്കം റെഡും ഗ്രീനും, സെലറി, സ്പ്രിംഗ് ഓണിയൻ, സവോള, മല്ലിയില, പുതിനയില എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിയുടെ ഫ്രൈഡ് റൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള വെജിറ്റബിളായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പം മുട്ട ഇടുകയാണ്. 4 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ അടുത്ത് ചേർത്തിട്ട് നന്നായിട്ട് ചിക്കി തോർത്തി എടുക്കണം. ഇനി നമുക്കൊരു വലിയ പാത്രം എടുത്ത് വെക്കാം. വെള്ളമായി ഒന്നും കാണരുത്. പാത്രത്തിനകത്തോട്ട് 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കാം. രണ്ടും നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നോരോന്ന് ഇടാം. നല്ല ചൂടാകണം. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം. ഒന്ന് മൂത്ത് വന്നിട്ട് ഇഞ്ചി ഇടാം. വെളുത്തുള്ളി ഇഞ്ചിയും മൂപ്പ് നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ വെളുത്തുള്ളി മൂക്കുന്നതിന്. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി പച്ചക്കറികൾ ഓരോന്നോരോന്ന് ഇടാം. വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് ഇച്ചിരി മൂപ്പായി വരട്ടെ. ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറി ഓരോന്നും ഇടാം. ആദ്യം തന്നെ കനമുള്ള സാധനങ്ങളിടാം. ക്യാരറ്റ് കഴിഞ്ഞ് നമുക്ക് ബീൻസ് ഇടാം. ബീൻസ് ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ക്യാബേജ് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഓരോന്നോരോന്നിട്ട് വാട്ടിയെടുക്കാം. എല്ലാ പച്ചക്കറികളും ഇടുക. നന്നായിട്ട് വാടാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഈ പച്ചക്കറി എല്ലാം വാട്ടാൻ. നല്ലപോലെ വാടിക്കഴിഞ്ഞിട്ട് വേണം ആ ചോറിടാൻ. ഇതിനകത്ത് ഉപ്പും കൂടെ ചേർക്കുക. പാകത്തിന് ഉപ്പുണ്ടാവണം.
ബാക്കിയുള്ള പച്ചക്കറി എല്ലാം ഇടാം. ഇത് ആദ്യത്തെ കുറച്ച് ക്യാരറ്റ് അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഇടുന്നത്. ബാക്കിയുള്ള പച്ചക്കറികളും എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്കിനി സോസ് ചേർക്കാം. സ്വീറ്റ് ചില്ലി സോസാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സോയാ സോസും കൂടി ചേർക്കാം. സ്വീറ്റ് ചില്ലി 2 സ്പൂണുണ്ട്. സോയാ സോസും കൂടി ചേർക്കാം. എല്ലാം വഴറ്റിയെടുത്തു. അതിൻ്റെ ഉടത്തിൽ ചിക്കി തോർത്തി വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടെ ചേർക്കുകയാണ്. അതും എല്ലാം ഒന്ന് മിക്സാക്കി കഴിയുമ്പം നമുക്ക് സ്പ്രിങ് ഓണിയനും സെലറി ഇതൊക്കെ ഞാൻ അവസാനമാണ് ചേർക്കുന്നത്. അതും എല്ലാം ഒന്ന് ചേർത്ത് വഴറ്റാം. ഇതിനോടത്ത് നമുക്ക് മല്ലിയിലയും പുതിന ഇലയും കുറച്ച് ചേർക്കാം. പച്ചക്കറി എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇതിനോടത്ത് മിക്സ് ചെയ്യാം. ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം തിളപ്പിച്ചു. ആ വെള്ളത്തിലോട്ട് അല്പം നെയ്യും ഇട്ടു, കറുവ, ഗ്രാമ്പു, ഏലക്കായ ഇട്ടു, പട്ട എല്ലാം ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അരി ഇട്ടു. അരി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നല്ലപോലെ ഉപ്പിട്ടു. ഇച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം ചോറിന്. പിന്നെ നാരങ്ങാനീര് ഒഴിച്ചായിരുന്നു, അല്ലെങ്കിൽ അവിടെ കട്ട പിടിക്കുമല്ലോ. അങ്ങനെ ഇട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെള്ളം പറ്റി നിന്നു. തുറന്ന് നോക്കിയപ്പോൾ ഒട്ടും വെള്ളമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ ഒത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ അത് ചോറ് മിക്സ് ചെയ്യുകയാണ്. ബാക്കിയിരിക്കുന്ന സ്പ്രിങ് ഓണിയനും സെലറിയും എല്ലാം കൂടെ എൻ്റെ മേളിൽ വിതറി. എല്ലാം ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ടു. വീണ്ടും എല്ലാം നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തു. അവസാനം ബാക്കിയിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇടുക. ചോറ് മാറ്റി വെച്ചു. ഇനി ഇച്ചിരി കശുവണ്ടിയും മുന്തിരിങ്ങയും ഞാൻ വറുത്തിട്ടില്ലായിരുന്നു, അതും കൂടെ ഒന്ന് വറുത്തിടണം. നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ചൂടായി കഴിയുമ്പം കശുവണ്ടി ഇടും.
കശുവണ്ടി ഇളക്കി പാകത്തിൽ കരിഞ്ഞു പാകണ്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് മുന്തിരിങ്ങയും കൂടെ ഇടാം. കശുവണ്ടി മൂത്ത് തുടങ്ങി. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ഇടാം. ഉണക്കമുന്തിരി ഇട്ടു. അത് ഒന്ന് ചൂടായിട്ടൊന്ന് വീർത്തൊക്കെ വരണം. അതിന് പാകമായി, വീർത്ത് വന്ന് കഴിയുമ്പോൾ പാകമായെന്നുള്ളതാണ്. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിലിടുക. ചോറിൻ്റെ മുകളിലോട്ടങ്ങ് വിതറിയിടും. മുന്തിരിക്കായി നല്ലപോലെ മൂത്തു. ഈ ചോറിൻ്റെ മുകളിലോട്ട് രണ്ടും കൂടെ അങ്ങ് വിടർത്തിയിടുക, എല്ലായിടത്തും ആക്കിയിടുക. ഫ്രൈഡ് റൈസ് റെഡിയായി. ഇതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും സാലഡുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ഫുഡുണ്ടാവും.